Introducing the guest and the projects by Dr. Hussain Saqafi, the Vice Chancellor of Jamia Markaz. You're welcome, sir. Assalamu alaikum wa rahmatullahi wa barakatuh. Time is running too late. വളരെ വൈകിയാണ് നമ്മുടെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ തൊട്ടുമുമ്പ് സംസാരിച്ച നമ്മുടെ എം എൽ എ എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. പല കാരണങ്ങളുമുണ്ട്, കാരണം വിശദീകരിക്കുന്നില്ല. നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, 2 മാസം ആയിട്ടേ ഉള്ളൂ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട്. കോഴിക്കോട്ട് ആദ്യമായി സന്ദർശനം നടത്തുകയാണ്. അപ്പോഴേക്ക് തന്നെ മർക്കസിൽ വരാനുള്ള സൗമനസ്യം കാണിച്ചു. ഓണറബിൾ മിനിസ്റ്റർ, വി ആർ വെരി താങ്ക്ഫുൾ ടു യു ബിക്കോസ് യു നോ we didn't see the former educational minister. The last educational minister who came here was MA Baby of LDF. Therefore, we are very thankful to you. പറഞ്ഞത് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് ഇവിടെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി MA ബേബി അവർകളായിരുന്നു. അതിനുശേഷം നമ്മുടെ ബഹുമാന്യനായ രവീന്ദ്രനാഥ് മന്ത്രി അവർകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസത്തിന് എത്രമാത്രം ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് പറയാൻ പറ്റിയ 2 കാര്യങ്ങൾ. ഒന്ന്, ഏതാനും സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം. ഒരുപക്ഷെ കേവലം പബ്ലിക് സ്കൂളുകളെ മാത്രം ബാധിക്കുന്നതായിരിക്കാം. എനിക്കുവേ പബ്ലിക് സ്കൂളുകളുടെ അതേ നിലവാരത്തിലേക്ക് എയ്ഡഡ് സ്കൂളുകളെ കൂടി ഉയർത്താൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചുകൂടായികയില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും അവരെ സഹായിക്കുന്ന ഹോൾ ദി ടീം ഞങ്ങളുടെയൊക്കെ വിശ്വാസം. രണ്ടാമത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21A, ആ ഭരണഘടനയുടെ 21A പറയുന്നത് the state shall provide free and compulsory education to all the children of the age 6 to 14 എന്നാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് മുഴുവൻ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ഈ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ടതാണ് എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വേഷം ഒരു മത പണ്ഡിതന്റെ വേഷമാണെങ്കിലും കൂടെയുള്ളവരൊക്കെ മതവുമായി കൂടുതൽ ബന്ധമുള്ളവരാണെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെന്റ് നിർവഹിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ സഹായിക്കാൻ കൂടുതൽ സൗമനസ്യം കാണിക്കണം. ഇവിടെ വരാൻ സൗമനസ്യം കാണിച്ചതിനേക്കാൾ കൂടുതൽ ഇനിയും സൗമനസ്യം ഉണ്ടാകണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരൊറ്റ കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിജി, ആപ്കെ ധ്യാൻ കെ ലിയെ മേ യേ കഹനാ ചാഹതാ ഹൂം, ഓ മസ്ജിദ്, ഈ സ്ഥാപനത്തിൽ 2 സ്ഥാപനങ്ങളാണ് ഓൺലി ഫോർ മുസ്ലിംസ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് 2 സ്ഥാപനമാണ്. അതിലൊന്ന് ആ കാണുന്ന ബിൽഡിംഗ് അഥവാ ഞങ്ങളുടെ പള്ളിയാണ്. രണ്ടാമത് ഈ സ്റ്റേജിന്റെ ഇടഭാഗത്ത് കാണുന്ന ഇസ്ലാമിക് കോളേജ് ഓഫ് ശരിയയാണ്. ഇതിൽ 2 മാത്രമേ ഞങ്ങൾ ഓൺലി ഫോർ മുസ്ലിംസ് എന്ന ഒരു നിയമത്തിൽ നടത്തുന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ പള്ളി 40 കൊല്ലമായിട്ട് അതിനൊരു ന്യൂ ബ്ലോക്ക് ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്, ഈ കോളേജ് ഓഫ് ശരീഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരു ന്യൂ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു ന്യൂ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ അതിന് ശിലാസ്ഥാപനം നിർവഹിക്കാൻ തയ്യാറായതും അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ ക്ഷണിക്കാൻ തയ്യാറായതും എത്രമാത്രമാണ് ഈ വിദ്യാഭ്യാസത്തിന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ മുൻഗണന നൽകുന്നത് എന്നതിന്റെ തെളിവാണ്. ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവിധ സഹായവും ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്.
ഗസ്റ്റിനെ പരിചയപ്പെടുത്തണമെന്നാണ് എന്നോട് സംഘാടകർ പറഞ്ഞത്. നോ നീഡ് ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഞാൻ ആലോചിച്ചു എങ്ങനെ പരിചയപ്പെടുത്തും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയായത്. സദസ്സിലുള്ള കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, കുട്ടികളെ, രവീന്ദ്രനാഥ് എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെയാണ് നിങ്ങൾ രവീന്ദ്രനാഥ് എന്ന പേരിൽ അറിഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ. വെരി എക്സലന്റ്, വെരി എക്സലന്റ്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ പോർട്ട്ഫോളിയോ നൽകാൻ കൂടുതൽ ആലോചിക്കാതെ പ്രൊഫസർ രവീന്ദ്രനാഥ് സാറിനെ തെരഞ്ഞെടുത്തതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? ടാഗോർ ഒരിക്കൽ പറയുകയുണ്ടായി, വേർ ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ ദ നോളജ് ഈസ് ഫ്രീ. സി, ആ വേർ ദ നോളജ് ഈസ് ഫ്രീ എന്ന് അദ്ദേഹം എംഫസിസ് ചെയ്ത് പറഞ്ഞത് ഈ വിദ്യാഭ്യാസം സൗജന്യമാകണം, ഫ്രീ ആകണം, കമ്പൽസറി ആകണം, 6-നും 14-നും ഇടയിൽ മാത്രമല്ല, വെൽഫെയർ സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 38-ൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. മന്ത്രിയെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് അതിന് യോഗ്യനാണ് എന്ന് മുഖ്യമന്ത്രിയും കൂടെയുള്ള ടീമും മനസ്സിലാക്കിയതുകൊണ്ടാണ് 2 മാസം കൊണ്ട് തന്നെ ഇത്രയും വലിയ മികച്ച സേവനങ്ങൾ നിർവഹിച്ച മന്ത്രിക്ക് ഭാവിയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഏറ്റെടുത്ത മറ്റുള്ളവരെക്കാളൊക്കെ ഏറ്റവും മികച്ച സേവനം ചെയ്ത മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ആയിരുന്നു എന്ന് ഇവിടത്തെ പക്ഷവും വലതുപക്ഷവും മാത്രമല്ല ഏക MLA യുള്ള BJP NDA സഖ്യമടക്കം പറയുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ ദൈവം തമ്പുരാൻ തുണക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.